ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ലങ്കാമർദ്ദനം. ചെറുതകലയൊരു വിടവിശിഖരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സിജിതശ്രമം. പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായതി പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയമതിലൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചത് സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ. നിജഹൃദയ ചതുരതയൊടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ. അതിനു മുഹുരഹമഖില നിശിചര കുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവുമതി വിമല ശിംശപാവൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമതല ഫലസഹിത ഗുൽമവല്ലി തരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധവും. ജനനിവഹ ഭയജനനാദഭേദങ്ങളും ജംഗമജാതികളായ പതത്രികൾ അതിഭയമൊടഖില ദിശി ദിവിഖലു പറന്നുടനാകാശമൊക്കെ പറന്നൊരു ശബ്ദവും. രജനിചര പുരിചടിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ. ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കപിവീരനെ കാണായി. ഇവനമിത ബലസഹിത നിടി നിനദമൊച്ചയുമെന്തൊരു ജന്തുവിതെന്തിനു വന്നതും. സുമുഖി തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിലയോ ചൊല്ലടോ. മനസി ഭയമധികമിവനെ കണ്ടു ഞങ്ങൾക്കും മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും. നിശിതമസി വരുവതിനു കാരണമെന്തു ചൊൽ നീ അറിഞ്ഞിലയോ ചൊല്ലിവനാരടോ. രജനിചര കുലരചിതമായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ. ഭയമിവന നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര. അവനിമകൾ അവരൊടിതു ചൊന്ന നേരത്തവർ ആശുലങ്കേശ്വരനോടു ചൊല്ലിടിനാർ. ഒരു വിപിന ചരനമിത ബലൻ അജല സന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിരു. ഒരുവതിനു കരുതിയവൻ അപകട ഭയാകുലം പൊട്ടിച്ചിരു ചൈത്യപ്രാസാദമൊക്കവേ. മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാശ്രമം. ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയിലവനി വീടുന്നിനിയും പ്രഭോ. ദശവദനനിധിരജനിചരികൾ വചനം കേട്ട് ദന്തശൂകോപമക്രോധ വിവശനായി. ഇവനിവിട നിശിതമസി ഭയമൊഴിയ വന്നവനേനു മെളിയവനല്ലെന്നു നിർണയം. നിശിതശര കുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ.
നിശിചരകുലാധിപാജ്ഞാകരന്മാരതീ നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതേ. ശിഖരികുലമൊടുമവനി മുഴുവനിളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ. സഭയതര ഹൃദയമധമോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിടിനാർ പിന്നയും. ശിതവിശിഖമുഖനിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കപീന്ദ്രനും മുഹുരുപരിവിരവിനോടുയർന്നു ജിതശ്രമം മുദ്ഗരം കൊണ്ടു താടിച്ചൊടുക്കിടിനാൻ. നിയുത നിശിചര നിധന നിശവനത ശാന്തരെ നിർഭരം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും. അഖില ബലപതിവരരിലൈവരെ ചെല്ലുകെന്നത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനോടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു. തദനു ദശവദനനുദിത ക്രുധാ ചൊല്ലിനാൻ തൽബലമദ്ഭുതം മദ്ഭയോദ്ഭൂതിതം. പരിഭവമുടമിത ബലസഹിതമഭിചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. ഇവന മമ നികടഭുവി ചടിതി സഹജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടുന്നു വച്ചിടുവാൻ. മഹിതമതിബല സഹിതമെഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ഭൃശം. ദശവദന വചന നിശമന ബലസമന്വിതം ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ. കഠിനതരമലറി നിജകരമതിലെടുത്തുടൻ കർപ്പൂരേന്ദ്രന്മാരടുത്താർ കപീന്ദ്രനും. ഭുവനതലമുലയ മുഹുരലറി മരുവും വിധം ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം. അനിലജനുമവരവിരവോടു കൊന്നിടിനാലാശു ലോഹസ്തംഭതാടനത്താലഹോ. നിജ സജീവതനയരെഴുവരുമമിത സൈന്യവും നിർജ്ജരലോകം ഗമിച്ചതു കേൾക്കയാൽ. മനസി ദശമുഖനുമുരുതാപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനിയൊരുവനിവനോടു ജയിപ്പതീനില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാനാരെയും. ഇവരൊരുവരെതിരിടുകില സുരസുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ. അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചിതിന്നയ്യോ സുഹൃതം നശിച്ചിതു മാമകം. പലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാദരാൽ. വിനയമൊടു തൊഴുതിളയ മകനു മുറ ചെയ്തിതു വീരവും സാമിതം യോഗ്യമല്ലേതുമേ. അലമലമിതറികിലനുചിതമഖില ഭൂഭൃതാം ആത്മഖേദം ധൈര്യശൗര്യതേജോഹരം. അരിവരന നിമിഷമിഹ കൊണ്ടുവരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കവിവരനും അതു പൊഴുതു തോരണമേറ്റിനാൻ കാണായിതക്ഷകുമാരനെ സന്നിധൗ. ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനുമതു നേരം. മുനിവിനൊടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുൽഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോടു ചെന്നു പൊക്കിയിടിനാൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ. വിബുധകുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി. അമരപതിജിതമമിത ബലസഹിതമാത്മജമാത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ. പ്രിയതനയാ ശൃണുവചനമിഹ
തവ സഹോദരൻ പ്രേതാധിപാലയം പുക്കതു കേട്ടീലേ. മമ സുതനരണശിരസി കൊന്ന കപീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ ത്വരിതമഹമതുല ബലമോടു പോയിടുവൻ ത്വത്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. ഇതി ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. ത്യജ മനസി ജനകാ തവ ശോകം മഹാമതേ, തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണഭയവിരഹിതനവനതിനില്ല സംശയം, മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ. ഭയമിവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോദ്ഭവാദിയ പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമഥനമഭിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അദ്ഭുതം. അതു കരുതുമളവിലിഹ നാണമാമെത്രയും ഹന്തൂമശക്യോപി ജ്ഞാനവിളംബിതം. കൃതിഭിരഭി നികൃതിഭിരഭി ചത്മനാഭിവ കൃച്ഛ്രേണ ഞാൻ ത്വത്സമീപേ വരുത്തുവൻ. സപദി വിപദുപഗതമിഹ പ്രമദാകൃതം സമ്പദ് വിനാശകരം പരം നിർണയം. സസുഖമിഹ നിവസമയി ജീവതിത്വം വൃഥാ സന്താപമുണ്ടാക്കരുതു കരുതു മാം. ഇതി ജനകനോടു നയഹിതങ്ങൾ വചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശു ചെന്നിടിനാൻ. ഗരുഡനിഭനഥ ഗഗനമുത്പതിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ. ബഹുമതിയുമകതളിരിൽ വന്നു പരസ്പരം ബാഹുബല വീര്യവേഗങ്ങൾ കാൺകയാൽ. പവനസുത ശിരസി ശരമഞ്ചു കൊണ്ടെയ്തു പാകാരി ചിത്തായ പഞ്ചാസ്യ വിക്രമൻ. അഥ സപതി ഹൃദി വിശിഖമെട്ടുകൊണ്ടെയ്തു മറ്റാറാറു ബാണം പദങ്ങളിലും തഥാ. ശിതവിശിഖമധികതരമൊന്നുവാൽ മേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കവികുലതിലകനമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുതരഥവുമഥ ചടിതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘനിനാദനും. അപരമൊരു രഥമധിക വിതതമുടനേറി വന്നസ്ത്രശസ്ത്രൗഘ വരീഷം തുടങ്ങിനാൻ. ഋഷിതമതിദശവദന തനയ ശരപാതേന രോമങ്ങൾ നന്നാലു കീറി കപീന്ദ്രനും. അതിനുമൊരു കെടുതി അവനില്ലെന്നു കാൺകയാൽ അംഭോജ സംഭവ ബാണമേതീടിനാൻ. അനിലജനുമതിനെ ബഹുമതിയൊടുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. ദശവദന സുതനനിലതനയന നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃദി മധുമഥന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മ കൃത ബന്ധനം ക്ഷണാം. സുചിര വിരചിതമഭിവിമുച്ച ഹരിപദം
സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗമകതളിരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരുമതി കുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം. ബലമിയലുമരരിപു കെട്ടിക്കിടന്നിടും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടിതപ്പോഴേ. വ്യഥയുമവനകതളിരിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞില്ലവൻ. നിശിചരടുത്തുകൊണ്ടർത്തു പോകും വിധോ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവ. ചെറുതകലെയൊരു വിടപി ശിഖരവും അമർന്നവൻ. അങ്ങനെ സീതാദേവിയോട് യാത്ര ചോദിച്ചതിന് ശേഷം ആ ശിംശപാവൃക്ഷത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള അകലെയൊരു ചെറിയ വിടപി ശിഖരം, മരത്തിന്റെ ശാഖയിലേക്ക് അമർന്നവൻ എന്നാൽ അതിലേക്ക് ചാടി. ചിന്തിച്ചു കണ്ടാൻ മനസ്സി ജിതശ്രമം. എന്നിട്ട് ആ കൊമ്പിന്മേലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, പരപുരിയിൽ ഒരു നൃപതി കാര്യാർത്ഥമായി അതിപാടവം ഉള്ള ഒരു ദൂതം നിയോഗിച്ചാൽ, മറ്റൊരാളുടെ രാജധാനിയിൽ പോയിട്ട് രാജാവിന്റെ കാര്യാർത്ഥം ഒരു പാടവമുള്ള വളരെ നൈപുണ്യത്തോടുകൂടെ ചെയ്യേണ്ട ഒരു ദൂത് നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞ് സാധിച്ച്, അത് എങ്ങനെയാണോ പറഞ്ഞത് അത് അതുപോലെ സാധിച്ചാൽ ഒരഴിവുമില്ലാതെ വളരെ ഭംഗിയായി സാധിച്ചത് സ്വസ്വാമി കാര്യത്തിന് അന്തരമെന്നിയേ, അത് വളരെ ഭംഗിയായിട്ട് ഒട്ടും താമസമില്ലാതെ ചെയ്താൽ നിജ ഹൃദയ ചതുരതയോട്, ഇതിന്റെ കൂടെ അത് വളരെ നല്ല കാര്യം തന്നെ, അതിന്റെ കൂടെ നിജ ഹൃദയ ചതുരത, സ്വന്തം മനസാക്ഷി പറയുന്ന ഏതെങ്കിലും ഒരു കാര്യവും കൂടെ അപരമൊരു കാര്യവും ഇനി മറ്റൊരു കാര്യവും, എന്നാൽ അത് നീതിയോടെ, എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയല്ല, നീതിയോടെ ചെയ്തു പോം അവൻ ഉത്തമൻ. ഇവിടെ ശ്രീരാമസ്വാമി പറഞ്ഞയച്ചത് സീതാദേവിയെ കണ്ട് കാര്യം പറയുക. അപ്പോഴാണ് ഹനുമാൻ ചിന്തിക്കുന്നത്, അത് മാത്രം മതിയോ? ഒരു ദൂതന് അവന്റെ മനസാക്ഷിക്കനുസരിച്ച് വേറെയും ചിലതൊക്കെ ചെയ്യാമല്ലോ, എന്നാൽ നീതിയോടെ എന്നാണ് ഹനുമാൻ ചിന്തിക്കുന്നത്. അതിന് മുഹുഹു അഹം അഖില നിശിചര കുലേശനെ അൻപോടു കണ്ട് പറഞ്ഞു പോയിടണം. അപ്പൊ അതിന് വേണ്ടത് മുഹുഹു, വീണ്ടും നേരത്തെ മുഖാമുഖം കണ്ടിട്ടില്ല രാവണനെ, അതുകൊണ്ട് ഇനി നേരിട്ട് അഖില നിശിചര കുലേശനെ, രാവണനെ അൻപൊടു കണ്ട് നേരിട്ട് മുഖാമുഖം കണ്ട് പറഞ്ഞു പോയിടണം. പറഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അതിന് പെരുവഴി, അതിനെന്താണ് ഒരു വഴി? ഇത് സുദൃഢം, അതായത് ചെയ്താൽ അത് വിജയിക്കണം, അങ്ങനെ ഒരു വഴി എന്താണ്? ഇത് ചിന്ത ചെയ്ത് ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. അവിടെ ആദ്യം തന്നെ ആ ഉദ്യാനത്തിലൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി, ഉദ്യാനമൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. കാരണം ഇങ്ങനെ ചെയ്താൽ സ്വാഭാവികമായും അവിടെയുള്ള രാജകിങ്കരന്മാർ പിടിച്ചുകൊണ്ടുപോകും. മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. അപ്പോൾ ശിംശപാവൃക്ഷത്തെ മാത്രം വെറുതെ വിട്ടു, ബാക്കിയെല്ലാം തട്ടിത്തകർത്തു. കുസുമദല ഫല സഹിത ഗുൽമ വല്ലി തരുക്കൂട്ടങ്ങൾ, കുസുമം പൂക്കളും ദലങ്ങൾ നല്ല ഇലകളും പഴങ്ങളും ഒക്കെയുള്ള ഗുൽമം കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും തരുക്കൂട്ടങ്ങൾ വൃക്ഷങ്ങളും പൊട്ടി അലറി വീഴും വിധവും, ഇതൊക്കെ ഇങ്ങനെ തകർന്ന് വേരോടെ പിഴുതെറിയുകയാണ്. ജനനിവഹ ഭയ ജനന നാദഭേദങ്ങളും, അപ്പോൾ ആ ഉദ്യാനത്തിൽ തന്നെ കുറെ നിശാചരികളുണ്ട്. അങ്ങനെയുള്ള ആ കൂട്ടങ്ങളൊക്കെ ഭയം കൊണ്ട് ഉണ്ടാക്കിയ
നാദഭേദങ്ങൾ എന്നാൽ അലർച്ചകൾ. ജംഗമജാതികളായ പതത്രികൾ, പറക്കുന്ന ചലിക്കുന്ന പതത്രികൾ, പക്ഷികൾ അതിഭയമോട് അഖില ദിശി അങ്ങും ഇങ്ങും ഇങ്ങനെ ചിതറി ദിവി ഖലു പറന്നുടൻ പറന്ന് പോവുകയാണ്. അങ്ങനെ അവയുടെയും ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും അവരുടെ ആ പേടിച്ച് ഉള്ള ഒരു ശബ്ദവും ചിറകടി ഒച്ചയും ഒക്കെ. രജനി ചരപുരി ജഡിതി കീഴ്മേൽ മറിച്ചിതു. ഒറ്റയടിക്ക് അതിനെ, ആ ലങ്കാപുരിയെ മൊത്തം കീഴ്മേൽ മറിച്ചതുപോലെയായി. രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമോട് അതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്തനേരം കപിവീരനെ കാണായി. അങ്ങനെ ഇതാരാണ്, ഇത് എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ രാക്ഷസ സ്ത്രീകളൊക്കെ ഉണർന്നു നോക്കുന്ന സമയത്ത് ഒരു കപിവീരനെ കാണായി വന്നു. ഇവൻ അമിത ബലസഹിതൻ ഇടിനിനദം, ഇടിമുഴക്കം പോലെയുള്ള ഒച്ചയും, എന്തൊരു ജന്തു ഇതെന്തിനു വന്നതും, ഇതെന്തിനാണ് വന്നത്, ഇത് എന്ത് ജന്തുവാണ്, അത്രയും വലിയ ശരീരത്തോടു കൂടിയാണ് ഇപ്പോൾ ഹനുമാൻ നിൽക്കുന്നത്. എന്നിട്ട് സീതാദേവിയുടെ അടുത്ത് ഹനുമാൻ വന്ന് സംസാരിക്കുന്നത് ചില രാക്ഷസ സ്ത്രീകൾ കണ്ടിരുന്നു. അതാണ് ചോദിക്കുന്നത്, സുമുഖി തവ നികടഭുവി നിന്ന് വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ. നിന്റെ മുന്നിൽ വന്ന് കുറച്ച് മുന്നേ ഈ ആളല്ലേ വന്ന് സംസാരിച്ചത്, അപ്പോ നിനക്കറിയാമല്ലോ ഇതാരാണെന്ന്. മനസ്സി ഭയം അധികം, ഇവനെ കണ്ട് ഞങ്ങൾക്ക് വല്ലാതെ ഭയമാകുന്നു. മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും, മർക്കട ആകാരത്തെ ധരിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്, മർക്കടനാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിശി തമസി വരുവതിന്, ഈ രാത്രിയിൽ ഇരുട്ടത്ത് വരാൻ കാരണമെന്ത് ചൊൽ. നീ അറിഞ്ഞില്ലയോ, ചൊല്ലിവൻ ആരടോ, നിനക്കറിയാമോ, പറയൂ ഇതാരാണ്. ഇത് കേട്ടിട്ട് സീത പറഞ്ഞു, രജനിചര കുലരചിത മായകളൊക്കവേ. എനിക്കെങ്ങനെ അറിയാനാണ്, നിങ്ങളല്ലേ മായാപ്രയോഗത്തിൽ വളരെ വിദഗ്ധരായിട്ടുള്ളത്. രജനിചര കുലരചിതം, രാക്ഷസന്മാർ ഉണ്ടാക്കുന്ന മായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ. നിങ്ങൾക്ക് തന്നെയല്ലേ നിങ്ങളുടെ ആളുകൾ കാണിക്കുന്ന മായകൾ അറിയുക. എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല. ഭയം ഇവനെ നികടഭുവി കണ്ടു മൻ മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര. അതിന്റെ കൂടെ സീതാദേവി ഒന്നുകൂടെ പറഞ്ഞു, ഇവനെ കണ്ടിട്ട് എനിക്കും വല്ലാത്തൊരു ഭയം, എന്താണെന്നറിയില്ല. അവനി മകൾ അവരോടിത് ചൊന്ന നേരത്ത് അവർ ആശു ലങ്കേശ്വരനോട് ചൊല്ലിയിടിനാർ. പിന്നെ ഒന്നും ചെയ്യാനില്ല, നേരെ രാവണനോട് പറഞ്ഞു. ഒരു വിപിനചരൻ, അമിത ബലൻ, അചലസന്നിഭൻ, പർവ്വതം പോലെയുണ്ട് അവന്റെ ആ ഒരു നിൽപ്പൊക്കെ കാണുമ്പോൾ. വിപിനചരനാണ്, വാനരനാണ്, അമിതബലമുള്ള അവൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. പൊരുവതിന് കരുതിയവൻ അപഗത ഭയാകുലം. അവനോട് ഇനി പൊരുതാമെന്ന് വിചാരിച്ചാലും അവന് തെല്ലെങ്കിലും ഭയം വേണ്ടേ, അങ്ങനെയൊന്നും ഇല്ല. പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ. ചൈത്യപ്രാസാദം എന്നാൽ യജ്ഞങ്ങളും ഒക്കെ ചെയ്യുന്ന പരിശുദ്ധമായി കരുതപ്പെടുന്ന ഒരു ദേവാലയം പോലെ ഒരു മണിമാളിക, അതാണ് ചൈത്യപ്രാസാദം. അതൊക്കെ പൊട്ടിച്ചിരിക്കുന്നു അവൻ. മുസലധരൻ അനിശം, അത് കാക്കുന്നവരെയും, മുസലം ഉലക്കകൾ ധരിച്ചുകൊണ്ട് അനിശം എല്ലായ്പ്പോഴും ആ ചൈത്യപ്രാസാദം കാക്കുന്ന കാവൽക്കാരെയും മുൽപ്പെട്ട് തച്ചു കൊന്നിടിനാൻ. അപ്പോ തന്നെ തച്ചു കൊന്നു, അശ്രമം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. ഭുവനമതിൽ ഒരുവരെയും അവന് ഭയമില്ലഹോ, ഒരാളെയും പേടിയില്ലാത്തതുപോലെയാണ് അവന്റെ പരാക്രമം. പോയിൽ അവൻ ഇവിടുന്ന് ഇനിയും പ്രഭോ, അവൻ ഇനിയും പോയില്ല പ്രഭോ. ദശവദനൻ ഇതി രജനിചരികൾ വചനം കേട്ട് ദന്തശൂക ഉപമം, ദന്തശൂകം സർപ്പം, സർപ്പം പോലെ അങ്ങോട്ട് ക്രോധവിവശനായി. ഇവൻ ഇവിടെ നിശി തമസി ഭയമൊഴിയെ വന്നവൻ ഏതും എളിയവനല്ലെന്ന് നിർണയം. ഈ രാത്രിയിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് പരാക്രമം കാണിക്കണമെങ്കിൽ അവൻ ചെറിയ ആളല്ല, എന്ന് വെച്ചാൽ അവൻ നിസ്സാരക്കാരനല്ല. നിശിത ശര കുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ട്, നിശിത ശരം നല്ല കൂർത്തുമൂർത്ത ശരങ്ങളും, കുലിശം വജ്രം, മുസലം ഉലക്ക ഇവയൊക്കെ എടുത്തിട്ട് നിങ്ങൾ പോകാശു 100,000 വീരന്മാർ, 100,000 സൈന്യത്തെ
അയക്കുകയാണ് രാവണൻ. നിശിചര കുലാധിപ ആജ്ഞാകരന്മാർ അതിനിർഭയം ചെല്ലുന്നത് കണ്ട് മാരുതി. ഇങ്ങനെ രാവണൻ പറഞ്ഞത് കേട്ടിട്ട് വന്ന ആ വീരന്മാരെ കണ്ടിട്ട് നിർഭയം ചെല്ലുന്നത് കണ്ട് മാരുതി ശിഖരികുലമൊടും അവനി മുഴുവനിളകും വണ്ണം, ഭൂമി അതിലെ പർവ്വതങ്ങളോടുകൂടെ ഇളകുന്ന വണ്ണം സിംഹനാദം ചെയ്തത് കേട്ട് രാക്ഷസർ അത് കേട്ടിട്ട് തന്നെ സഭയതര ഹൃദയമഥ മോഹിച്ചു വീണിതു. ആദ്യം തന്നെ ബോധം കെട്ടു വീണു എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് സംഭ്രമത്തോടടുത്തിയിടിനാർ. പിന്നെയും ശിതവിശിഖമുഖ നിഖില ശസ്ത്രജാലങ്ങളെ, അവരയച്ച കൂർത്തുമൂർത്ത അസ്ത്രങ്ങളെയും നിഖില ശസ്ത്രജാലങ്ങളെയും വാളിനെയും ഒക്കെ അവരൊക്കെ അത് ശീഘ്രം പ്രയോഗിച്ച നേരം കപീന്ദ്രനും മുഹുരുപരി വീണ്ടും ഉയർന്നു ചാടി വിരവിനോട് ഉയർന്ന് ജിതശ്രമം മുദ്ഗരം കൊണ്ട് താടിച്ചൊടുക്കിയിടിനാൻ. ഒരു മുൾത്തടി, വലിയ ഒരു ഗത പോലെയുള്ള എന്നാൽ മുഴുവനും മുള്ള് പതിപ്പിച്ച ഒരു ആയുധം, അതുകൊണ്ട് ഇവരെയൊക്കെ അടിച്ചു ഒതുക്കിക്കളഞ്ഞു. നിയുത നിശിചര നിധന നിശമന ദശാന്തരെ, ഈ അയച്ച നിയുതം 10,000-കണക്കിന് നിശിചരന്മാരെ നിധനം കൊന്നു എന്ന നിശമനം എന്ന് വാർത്ത കേട്ടിട്ട് ദശാന്തരെ അപ്പോൾ നിർഭരം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും. അഖില ബലപതി വരരിൽ ഐവരെ ചെല്ലുക, ഇവിടെയുള്ള സേനാപതികളിൽ 5 പേർ ചെല്ലുക എന്ന് അത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണൻ, മറ്റുള്ളവർക്ക് മരണം കൊടുക്കുന്നതിൽ സാമർഥ്യമുള്ള ആ ഹനുമാനോട് എതിർത്ത് പഞ്ചത്വവും മരണവും പഞ്ചസേനാധിപന്മാർക്കും ഈ 5 സൈന്യാധിപന്മാർക്കും ഭവിച്ചിതു. തദനു അതിനുശേഷം ദശവദനൻ ഉദിത ക്രുധാ ചൊല്ലിനാൻ, ഉണ്ടായ ദേഷ്യത്താൽ ഇപ്രകാരം പറഞ്ഞു. തദ്ഫലമദ്ഭുതം മദ്ഭയോദ്ഭൂതിതം, അവന്റെ ആ ബലം അതിഭയങ്കരം തന്നെ, എനിക്ക് തന്നെ കേട്ടിട്ട് പേടിയാകുന്നു. പരിഭവമോട് അമിത ബല സഹിതം അപ്പി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. പരിഭവം, ആ ഒരു യുദ്ധത്തിനോടുള്ള കൊതി കൊണ്ടെന്ന പോലെ ഓടിച്ചെന്ന അമിതബലന്മാരായ അവരെയൊക്കെ ആ 5 സേനാധിപന്മാരെ കൊന്നിരിക്കുന്നു അവൻ ഒറ്റയൊരുത്തൻ. ഇവനെ മമ നികടഭുവി, എന്റെ അടുത്ത് ജഡിതി വളരെ പെട്ടെന്ന് സഹജീവനോടെ ജീവനോടുകൂടെ ഇന്ന് ബന്ധിച്ചു കൊണ്ടുവന്നു വെച്ചിടുവാൻ മഹിതം അതിബലസഹിതം 7 പേർ 7 മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ഭൃശം. അടുത്ത ഉത്തരവാണ്. ദശവദന വചന നിശമന ബലസമന്വിതം ദണ്ഡ മുസല ഖഡ്ഗേഷു ചാപാദികൾ, എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും എടുത്ത് കഠിനതരം അലറി നിജകരം അതിലെടുത്തുടൻ തങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ ആയുധങ്ങൾ എടുത്ത് കർപ്പൂരേന്ദ്രന്മാർ അസുരന്മാർ അടുത്താർ, രാക്ഷസന്മാർ അടുത്താർ. അപ്പോൾ കപീന്ദ്രനും ഭുവനതലം ഉലയെ, അതായത് ഈ ഭൂമി മുഴുവൻ അങ്ങനെ കിടുകിട വിറപ്പിക്കുന്ന രീതിയിൽ മുഹുഹു അലറി മരുവും വിധവും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭൂരിശസ്ത്രം, ഒരുപാട് അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും പ്രയോഗിച്ചാർ. അനുക്ഷണം അതിങ്ങനെ തുടരെ പ്രയോഗിക്കുകയാണ്. അനിലജനും അവരെ വിരവോടു കൊന്നിടിനാൻ ആശു ലോഹസ്തംഭ താടനത്താലഹോ. അനിലജൻ ഹനുമാൻ അവരെ ഒരു ലോഹത്തിന്റെ തൂണ് പിഴുതെറിഞ്ഞിട്ട് അതുകൊണ്ട് അടിച്ച് അവരെയൊക്കെ അങ്ങ് കൊന്നു. നിജ സജീവ തനയർ 7 തന്റെ മന്ത്രിപുത്രന്മാരായ 7 പേരും അമിത സൈന്യവും അവരുടെ കൂടെ പോയ സൈന്യവും നിർജ്ജരലോകം ദേവലോകം, അതായത് മരിച്ചു അവിടെ സ്വർഗലോകത്ത് പോയി എന്ന് ഗമിച്ചത് കേൾക്കയാൽ എന്ന് കേട്ടിട്ട് മനസ്സി ദശമുഖനും ഉരുതാപവും അത്യധികമായ സങ്കടവും ഭീതിയും. ഒരാള് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മാനവും, എന്നാൽ ഒരുതരം അപമാനം, ഖേദവും നാണവും. എന്തൊരു ലജ്ജാകരമാണിത്. ഘോര രാക്ഷസനായിട്ടുള്ള രാവണന്റെ രാജധാനിയിൽ ഒറ്റക്കുരുത്തൻ വന്നിട്ട്, അത് ഒരു വാനരൻ, അതാണ് ലജ്ജാകരം.
ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടില്ല, മറ്റ് ഞാൻ ആരെയും. ഇങ്ങനെ ഒരുത്തനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവരൊരുവരെതിരിടുകിൽ അസുര സുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയെ. ഇവൻ ഒറ്റൊരുത്തൻ ഇവനോട് മാത്രം എതിരിട്ടാൽ ഈ ലോകത്തിലെ പിന്നെ അസുരന്മാരും ഉണ്ടാവില്ല, സുരന്മാരും ദേവന്മാരും ഉണ്ടാവില്ല. അത്ര ശക്തിമാനാണിവൻ. അവർ പലരും ഒരു കപിയോടേറ്റു മരിച്ചിതിന്നയ്യോ സുഹൃതം നശിച്ചിതു മാമകം. എനിക്ക് എന്തെങ്കിലും ഒരു സുഹൃതമുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു എന്നാണ് തോന്നുന്നത്. അല്ലാതെ ഒരു വാനരൻ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ എന്തൊരു നാണക്കേടാണ്. പലവും ഇതി കരുതിയൊരു പരവശത കൈക്കൊണ്ട് പാരം തളർന്നൊരു താതനോട്, തന്റെ അച്ഛനായ രാവണനോട് ആദരാൽ വിനയമൊട് ഇളയ മകനായിട്ടുള്ള അക്ഷകുമാരൻ ഉര ചെയ്തിതു. വീരപുംസാം ഇതം യോഗ്യമല്ലേതുമേ. അച്ഛൻ എന്താണ് ഇങ്ങനെ ഒരു വീരപുരുഷനായിട്ടുള്ള അച്ഛൻ നിരാശ ബാധിച്ചെന്ന പോലെ ഇങ്ങനെ ഇരിക്കരുത്. അലമലം മതിയാക്കൂ ഈ നിരാശാഭാവം. ഇതറികിൽ അനുചിതം, ഇത് നല്ലതല്ല, ചേരുന്നതല്ല. അഖില ഭൂഭൃതാം ആത്മഖേദം. ഏത് രാജാവിനായാലും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു നിരാശ, അത് ധൈര്യ ശൗര്യ തേജോഹരം, ഉള്ള ധൈര്യത്തെയും ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അരിവരനെ, ആ ശത്രുവിനെ നിമിഷമിഹ കൊണ്ടുവരുവൻ എന്ന് അക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. പിന്നെ അക്ഷകുമാരനാണ് പോകുന്നത്. കപിവരനും അത് പൊഴുതു തോരണമേറ്റിനാൻ. തോരണം എന്നാൽ കമാനം പോലെയുള്ള ആ ഒരു സ്ഥലത്തേക്ക് കയറി നിന്നിട്ട് കാണായത് അക്ഷകുമാരനെ സന്നിധൗ, അടുത്തു വരുന്നത് കണ്ടു. ശരനികര ശകലിത ശരീരനായി വന്നിതു. അക്ഷകുമാരന്റെ ശരങ്ങളൊക്കെ ഏറ്റിട്ട് കലിത ശരീരനായി, മുറിവേൽപ്പിക്കപ്പെട്ട ശരീരനായി വന്നു ശാഖാമൃഗാധിപൻ ഹനുമാൻ. താനും അതുനേരം മുനിവിനുടു. എന്നാൽ പെട്ടെന്ന് തന്നെ ഗഗനഭുവി നിന്ന് താനാശു, താഴെ വീണിട്ട് തൻ മൂർധനി മുൾഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. അവന്റെ മൂർധാവിൽ, തലയിൽ ഒരു മുൾത്തടി, നേരത്തെ പറഞ്ഞ ആ ഒരു ആയുധം മുൾഗരം കൊണ്ട് എറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോട് ചെന്ന് പൊക്കിയിടിനാൻ. വളരെ പെട്ടെന്ന് തന്നെ കാലപുരിക്ക് പോയി. ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ. വിബുധ കുലരിപു നിശിചരാധിപൻ രാവണൻ. വിബുധ കുലൻ റിപുവായ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി. അമരപതി ജിതം അമിത ബലസഹിതം ആത്മജം. അമരപതിയായ ഇന്ദ്രനെ ജയിച്ച് അമിതബലനായിരിക്കുന്ന തന്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ ആത്മഖേദത്തോടണച്ചു. ഇന്ദ്രജിത്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പ്രിയതനയാ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം പുക്കതു കേട്ടില്ലേ, നീ അറിഞ്ഞില്ലേ? മമസുതനെ രണശിരസി കൊന്ന കപീന്ദ്രനെ ജാലയത്തിന് അയച്ചിടുവാൻ. മാർത്താണ്ഡജാലയം, മാർത്താണ്ഡന്റെ മകൻ, സൂര്യന്റെ മകനാണ് യമൻ. യമന്റെ പുരത്തിന് ഞാൻ അയച്ചിടുവാൻ. ത്വരിതം അഹം അതുല ബലമോടു പോയിടുവൻ. ഇനി ഞാൻ തന്നെ പോകും സൈന്യത്തോടുകൂടെ. ത്വത്കനിഷ്ഠ ഉദകം, നിന്റെ അനുജനുള്ള ബാക്കി ബലികർമ്മങ്ങളൊക്കെ പിന്നെ നൽകിയിടുവൻ. അത് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതി ജനകവചനം അലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ, ത്യജ മനസി ജനക, വിട്ടുകളയൂ അച്ഛ, തവ ശോകം മഹാമതേ, ഇങ്ങനെ ദുഃഖിക്കാതെ തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ, അങ്ങയുടെ ഈ ദുഃഖമൊക്കെ ഞാൻ തീർത്തു തരാം. മരണഭയ വിരഹിതൻ അവന് മരണഭയം എന്നൊന്നില്ല. അങ്ങനെയുള്ള ഒരാളെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അതിനില്ല സംശയം, അതിനൊരു സംശയവും വേണ്ട. മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ? മരിക്കാൻ പേടിയുള്ള ഒരുത്തനും ഇങ്ങോട്ട് വരികയില്ല. ഭയം ഇവന് മരണകൃതമില്ലെന്ന് കാൺകിൽ, എനിക്ക് തോന്നുന്നു മരണം വരില്ല എന്ന ഒരു വരം ഇവന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത്ര ധൈര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ബ്രഹ്മാസ്ത്രമെയ്ത് ബന്ധിച്ചു കൊണ്ടിടുവൻ. ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുവരാം. ഭുവനതലം അഖിലം അരവിന്ദ ഉദ്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ, ഈ ഭൂമി മുഴുവനും
അരവിന്ദോദ്ഭവാദിയാം ബ്രഹ്മാവ് തുടങ്ങിയവരുടെയും പൂർവദേവ അരികൾ, ദേവാരികളായ അസുരശ്രേഷ്ഠന്മാർ മുൻപ്, അതായത് ഇവരുടെ പൂർവ്വപിതാമഹന്മാരായ അസുരശ്രേഷ്ഠന്മാരൊക്കെ തന്ന വരത്തിനാൽ ജയിച്ച ആളാണ് ഈ ഇന്ദ്രജിത്ത്. മാത്രമല്ല വലമഥനമപി, ഇന്ദ്രനെ പോലും ഞാൻ ജയിച്ചിട്ടുണ്ട്. യുധി ജയിച്ച നമ്മോട് ഒരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം, അത് വളരെ അത്ഭുതം തന്നെ. അതു കരുതുമളവിലിഹ നാണമാമെത്രയും, നാണം തോന്നുന്നു, നാണക്കേട് തോന്നുന്നു. ഹന്തുമശക്യോപി ഞാൻ അവിളംബിതം, ഞാൻ അവനെ കൊല്ലാൻ അശക്യനാണ് എങ്കിലും കൃതിഭിരവി നികൃതിഭിരവി ഛത്മനാഭിവ, കൃതിഭിഹി എന്നാൽ ധാർമ്മികമായ മാർഗത്തിലോ, ഇനി നികൃതിഭിഹി അഭി അധാർമികമായ മാർഗത്തിലോ, ഇനി അല്ല ഛത്മനാഭി ചതിച്ചിട്ടാണെങ്കിൽ, എങ്ങനെയായാലും കൃച്ഛ്രേണ ഞാൻ അത്രയും പണിപ്പെട്ട് ഞാൻ ത്വത് സമീപേ വരുത്തുവൻ, അവനെ അങ്ങയുടെ സമീപത്ത് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. സപതി വിപദുപഗതം ഇഹ പ്രമദാകൃതം, എന്തായാലും ഒന്നുറപ്പാണ്, ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ സപതി വിപത്ത്, ഒരു വലിയൊരു വിപത്ത് ഉപഗതം വന്നിരിക്കുന്നു. അതാകട്ടെ പ്രമദാകൃതം, അങ്ങയുടെ ഈ അമിതമായ സ്ത്രീ ആസക്തി കൊണ്ടാണ്, പ്രമദം അങ്ങയെ ബാധിച്ചതിനാലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് സമ്പദ് വിനാശകരം, ഈ നാടിന്റെ, ഈ ലങ്കയുടെ സമ്പത്തിനെ തന്നെ നശിപ്പിക്കുന്നതാണ് പരം നിർണയം, അതിനൊരു സംശയവും വേണ്ട. എന്തായാലും സസുഖമിഹ നിവസം ഐ ജീവതി ത്വം, എന്തായാലും അച്ഛൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, വൃഥ സന്താപമുണ്ടാക്കരുത്, കരുതുമാം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, ഞാൻ ചെയ്യാം, എന്താ വേണ്ടത്. ഇത് ജനകനോട് നയഹിതങ്ങൾ വചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥ കവച വിശിഖ ധനുരാദികൾ കൈക്കൊണ്ട് രാമദൂതം ജേതും, രാമദൂതനെ ജയിക്കുവാൻ ആശു ചെന്നിടിനാൻ. ഗരുഡനിഭൻ, ഗരുഡനെ പോലെ അഥ ഗഗനം ഉത്പതിച്ചിടിനാൻ, ആകാശത്തേക്ക് ഉയർന്നു പറന്ന ഗർജനപൂർവകം മാരുതി വീര്യവാൻ, ഗർജനത്തോടുകൂടിയുള്ള ആ മാരുതിയെ ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം, രണ്ടു പേർക്കും പരസ്പരം ഒരു ബഹുമാനം തോന്നുകയാണ്. ഹനുമാൻ ഇന്ദ്രജിത്തിനോടും ഇന്ദ്രജിത്തിന് ഹനുമാനോടും. ബാഹുബല വീരവേഗങ്ങൾ കാണുകയാൽ അവർ തമ്മിൽ കുറച്ചു നേരം യുദ്ധം ചെയ്തു. ഇപ്പൊ രണ്ടുപേർക്കും മനസ്സിലായി രണ്ടാളും ഒന്നിനൊന്ന് ശക്തരാണ്, അതാണ് പരസ്പരം ബഹുമാനമൊക്കെ തോന്നിയത്. അങ്ങനെ പവനസുത ശിരസി ശരം 5 കൊണ്ട് 5 ശരം എയ്ത് അങ്ങനെ പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ, പാകാരി ഇന്ദ്രൻ, ഇന്ദ്രനെ ജയിച്ച പഞ്ചാസ്യൻ സിംഹം, സിംഹത്തിന്റെ പരാക്രമത്തോടുകൂടിയ ആ ഇന്ദ്രജിത്ത്. അഥ സപതി ഹൃദി വിശിഖം 8 കൊണ്ടെയ്തു. പിന്നീട് ഹൃദയത്തിൽ, ഹനുമാന്റെ ഹൃദയത്തിൽ 8 അസ്ത്രമയച്ചു. മറ്റ്6 ബാണം പദങ്ങളിലും കാലിലൊക്കെ 6 ബാണമയച്ചു. ശിതവിശിഖമധികതരമൊന്ന് വാൽമേലെയ്തു, ഒന്ന് കൂർത്തുമൂർത്ത ഒരു ശരം വാലിന്മേലെയ്തു. സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ, ഇത് ചെയ്തു കഴിഞ്ഞിട്ട് സിംഹനാദത്താൽ ആ ഇന്ദ്രജിത്ത് പ്രപഞ്ചം കുലുക്കി. തദനു, അതിനുശേഷം കപികുല തിലകൻ അമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. ഹനുമാൻ ഉടനെ തന്നെ ഈ തന്നെ അമ്പെയ്തതിന്റെ അരിശത്താൽ ഒരു സ്തംഭം, ഒരു തൂണ് പറിച്ചെടുത്തിട്ട് സൂതനെ കൊന്നു, ഇന്ദ്രജിത്തിന്റെ സൂതനെ കൊന്നു. തുരകയുത രഥവുമഥ ജഡിതി പൊടിയാക്കിനാൻ, എന്നിട്ട് തുരകയുതം കുതിരകളോടുകൂടിയ രഥവും ഇന്ദ്രജിത്തിന്റെ രഥവും അഥ ജഡിതി പൊടിയാക്കിനാൻ, തവിട് പൊടിയാക്കി. അപ്പോൾ ദൂരത്ത് ചാടിനാൻ മേഘനിനാദനും, ഇന്ദ്രജിത്ത് രഥത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. അപരമൊരു രഥം അധികവിതതം, വലിയ വിസ്താരമുള്ള മറ്റൊരു രഥം ഉടനേറി വന്ന് അസ്ത്രശസ്ത്രൗഘ വരിഷം തുടങ്ങിനാൻ. ഋഷിതമതി ദശവദന തനയ ശരപാതേന, ക്രുദ്ധിച്ചു വന്ന ദശവദനന്റെ മകന്റെ ശരപാദം കൊണ്ട് രോമങ്ങൾ നന്നാല് കീറി കപീന്ദ്രനും, അതായത് കപീന്ദ്രന് ഒരു തരത്തിലുള്ള മുറിവും ഏറ്റില്ല, അതാണ് പറയുന്നത് രോമം കീറി എന്നാണ് പറയുന്നത്.
അതിനും ഒരു കെടുതി അവനില്ലെന്ന് കാണുകയാൽ അപ്പോൾ ഈ ശരപ്രയോഗം ഒന്നും തന്നെ ഹനുമാനെ ബാധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അംഭോജ സംഭവ ബാണം, അംഭോജ സംഭവൻ ബ്രഹ്മാവിന്റെ പേരിലുള്ള അസ്ത്രം, ബ്രഹ്മാസ്ത്രം എയ്തിയിടിനാൻ. അനിലജനും അതിനെ ബഹുമതിയോട് ഉടൻ ആദരിച്ചു. ഇപ്പോ ഹനുമാനെ യഥാർത്ഥത്തിൽ അതൊന്നും ബാധിക്കില്ല. പക്ഷേ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ അതിനൊരു പേരുദോഷം വരേണ്ട എന്നതിനാൽ അതിനോടുള്ള ബഹുമാനം കൊണ്ട് മോഹിച്ചു വീണിതു ഭൂതലെ. അങ്ങനെ തൽക്കാലത്തേക്ക് അവർക്കൊരു ആശ്വാസമായി കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഭൂമിയിൽ മോഹിച്ചു വീണു. കാരണം ഹനുമാന്റെ ഉദ്ദേശവും അതാണ്. ഹനുമാന് രാവണന്റെ സഭയിലെത്തി രാവണനെ ഒന്ന് കാണണം. അപ്പൊ ഇത് തന്നെയാണ് അതിനുള്ള അവസരം. ദശവദന സുതൻ അനിലതനയനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുമ്പിൽ വച്ച് വണങ്ങിനാൻ. പവനജന് മനസ്സിൽ ഒരു പീഡയുണ്ടായില്ല, ഒരു വിഷമവും ഉണ്ടായില്ല. കാരണം ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പണ്ട് ദേവന്മാർ കൊടുത്ത വരത്തിനാലും അതും ഒരു കാരണമാണ്. ഹനുമാനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുൻപ് പറഞ്ഞു, എല്ലാ ദേവന്മാരും ഹനുമാനെ വന്ന് അനുഗ്രഹിച്ച ആ ഒരു കാര്യം പറഞ്ഞിരുന്നു. നളിന ദളനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. ഇത് ഒരു പൊതുവായ ഒരു കാര്യം പറയുകയാണ്. ആ രാമൻ തിരുവടിയുടെ നാമാമൃതം സദാ ജപിക്കുന്ന ഭക്തന് പോലും, അങ്ങനെയുള്ള ഭക്തന്റെ അമലഹൃതി നിർമ്മലമാകുന്ന ഹൃദയത്തിൽ മധന ഭക്തി, മധു എന്നാൽ നല്ല തേൻ നിറയ്ക്കുന്ന രീതിയിലുള്ള ഭക്തി അവരെ വിശുദ്ധരാക്കും. അതിനാൽ അജ്ഞാനകർമ്മ കൃതബന്ധനം, അവർ പല ജന്മങ്ങളിൽ ചെയ്ത അജ്ഞാനം കൊണ്ട് ചെയ്ത കർമ്മത്താലുള്ള ബന്ധനം പോലും ക്ഷണാത്, അതുപോലും ക്ഷണാത് സുചിര വിരചിതമപി, എത്രയോ കാലമായി ചെയ്തതാണെങ്കിൽ പോലും വിമുച്യ, അതിൽ നിന്നൊക്കെ മുക്തരായിട്ട് ഹരിപദം, ആ ഹരിപദത്തെ തന്നെ സുസ്ഥിരം പ്രാപിക്കും. ഇല്ലൊരു സംശയം, ഒരു സംശയവും വേണ്ട. പക്ഷേ രാമനാമം ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതിനായിരിക്കണം. അപ്പോൾ പിന്നെ, അതായത് ഒരു ഭക്തനെ എത്രയോ ജന്മങ്ങളിലായി ചെയ്ത പാപത്തിൽ നിന്ന് പോലും മുക്തനാക്കുന്നതാണ് രാമനാമമെങ്കിൽ, രഘുതിലക ചരണയുഗമകതളിരിൽ വെച്ച് ആ പാതാരവിന്ദങ്ങൾ തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ? അപ്പോൾ പിന്നെ രാമദൂതന് ബന്ധമുണ്ടാകുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്ത് സങ്കടം. ഇവിടെ ബന്ധനം ആർക്കാണ്? ഞാൻ ജനിക്കും, ഞാൻ മരിക്കും, എനിക്ക് ബന്ധുക്കളുണ്ട്, ഇങ്ങനെയുള്ള ചിന്തയുള്ളവർക്കാണ് ഈ ബന്ധനം. അതൊന്നുമില്ലാത്ത മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ട് എന്ത് സങ്കടം? ഒരു സങ്കടവുമില്ല. കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്ന് കൊടുത്തോരനന്തരം. കപടമതി കലിതം, തൽക്കാലത്തേക്ക് അവരെയൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കപടമതിയായിട്ട് തന്റെ കരചരണങ്ങളൊക്കെ, അയ്യോ ഞാനാകെ തളർന്നുപോയി എന്നൊക്കെ അഭിനയിക്കുകയാണ് ഹനുമാൻ. കരചരണ വിവശത്വം, എന്റെ ശക്തിയൊക്കെ പോയി, ഇങ്ങനെ കാട്ടിക്കിടന്ന് കൊടുത്തോരനന്തരം പലരും, അപ്പൊ ഇത്രയും നേരം ഹനുമാനെ ഒരു ഭീകരജീവിയായി കണ്ടവരൊക്കെ കെട്ടിയിട്ടു എന്ന് കണ്ടപ്പോ ഓടി വരികയാണ്. പലരും അതികുതുകമോട് നിശിചരർ അണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചത് കാരണം ഇപ്പൊ കെട്ടിയിട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ധൈര്യമായി വന്ന് കാണാലോ എന്ന് വിചാരിച്ച് ഓരോരുത്തരായിട്ട് ഇതാരാണ് എന്ന ഭാവത്തിൽ ഇങ്ങനെ വന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ മറ്റൊരു സത്യമുണ്ട്. ബലമിയലും അമരരിപു കെട്ടിക്കിടന്നെഴും. ഹനുമാനെ പേടിച്ചിട്ട്, അതായത് ബ്രഹ്മാസ്ത്രം എയ്തിട്ടും ഹനുമാൻ ബന്ധനസ്ഥനായില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ആ ഇന്ദ്രജിത്ത് വീണ്ടും കയറുകൊണ്ട് കെട്ടി. അങ്ങനെ കെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടിതപ്പോഴേ, അതൊക്കെ എപ്പോഴേ പോയി. വൃഥയും അവനകതളിരിൽ ഇല്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞില്ലവൻ. ഹനുമാന് തന്നെ കെട്ടിയിട്ടു എന്ന ഭാവമേ ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നതേ ഇല്ല. ഒരു തൂവല് കൊണ്ടിങ്ങനെ സ്പർശിക്കുന്നത് പോലെയേ ഉള്ളൂ. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ബന്ധനസ്ഥനായി, അയ്യോ എനിക്ക് ആകപ്പാടെ എന്തോ പോലെ തോന്നുന്നു എന്ന രീതിയിൽ അഭിനയിക്കുകയാണ്.
നിശിചരെടുത്തുകൊണ്ട് ആർത്തുപോകും വിധവും നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. അങ്ങനെ ഈ കെട്ടി വരിഞ്ഞു മുറുക്കിയ ഹനുമാനെ രാക്ഷസന്മാരൊക്കെ ആർത്തു വിളിച്ച് ഞങ്ങൾ ജയിച്ചു എന്ന ഭാവത്തിൽ അങ്ങനെ എടുത്തുകൊണ്ടു പോകുമ്പോൾ നിശ്ചലനായിട്ട്, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന ഭാവത്തിൽ കാര്യഗൗരവാത്, കാരണം പോയിട്ട് രാവണന്റെ സഭയിൽ എത്തിയിട്ട് വേണം 2 വർത്തമാനം പറയാൻ, അതുവരെ ഈ ഒരു ഗൗരവം വേണം എന്ന ഭാവത്തിൽ നിശ്ചലനായി ഹനുമാനും അങ്ങനെ കിടന്നുകൊടുത്തു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.